കഷ്ടകാലത്തിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ഫൈറ്റർ ജെറ്റ് അവസാനം തിരിച്ചുപോയി. ഒരു യുദ്ധവിമാനമാണെന്നുള്ള ബഹുമാനം പോലും ഇല്ലാതെ ട്രോളുകൾ വാങ്ങിക്കൂട്ടി ആ വിമാനം നമ്മുടെ നാട്ടിൽ പിടിച്ചു നിന്നത് 1 മാസത്തിലേറെയാണ്. കഴിഞ്ഞ മാസം, അതായത് ജൂൺ 14 രാത്രി അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടെ ബ്രിട്ടനിന്റെ വിമാനവാഹിനി കപ്പലിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ വിമാനത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. ഇതേ തുടർന്ന് ജെറ്റ് തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിട്ടു. ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ തകരാറ് കണ്ടതോടെ തിരിച്ചു പോകാൻ പറ്റിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. തിരികെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ വിമാനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തി കേരള ടൂറിസം ഒരു പോസ്റ്റ് ഇട്ടു. എനിക്ക് മടങ്ങണ്ട എന്ന പോസ്റ്റ് വൈറലായി. പിന്നെ അങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ F-35 മഴയും വെയിലും കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളും വാങ്ങി തിരുവനന്തപുരത്ത് കിടപ്പായിരുന്നു. ഏതോ ഒരു ബിരുദനുണ്ടല്ലോ വിൽക്കാൻ വേണ്ടി OLXലും ഇതിന്റെ ചിത്രം ഇട്ടു. ശിഷ്ടജീവിതം, നമുക്ക് ശംഖുമുഖത്തെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് ചില ആൾക്കാർ പറഞ്ഞു. വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമയിലെ അമ്മാവും വേണ്ടി നിന്നെക്കാളും നല്ലതാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചവരുമുണ്ട്. അങ്ങനെ അപമാനമോട് അപമാനം. അവസാനം വിശ്രമ ജീവിതം അവസാനിപ്പിച്ച് ഓണം ഉണ്ണാൻ നിൽക്കാതെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങി വരില്ല എന്ന് ശപഥം ചെയ്ത് F-35B മടങ്ങിയിരിക്കുന്നു.